ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മീ വ്ളോഗ്സ്. അപ്പം നമ്മളിന്ന് പുറത്ത് വരെ പോവുകയാണേ. ഇച്ചിരി മീനൊക്കെ വാങ്ങാനായിട്ട് പോവുക. അപ്പം ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളും രാത്രിയായി, എന്നാലും നോക്കട്ടെ കാണിച്ചു തരാൻ പറ്റുമോ. അങ്ങനെ നമ്മൾ പെരയെല്ലാം പൂട്ടി നമ്മൾ വണ്ടിയെ കയറി പോവാം. ഇത് വണ്ടിയെ കയറി കേട്ടോ, ഗേറ്റെല്ലാം തുറക്കുക അടയ്ക്കുകയും ചെയ്യുന്ന ഞാനാണെന്ന് എൻ്റെ 2-3 വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ പോയി ഇതേ തൃശ്ശൂർ റൗണ്ടിലെത്തിയേ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ വലിയ തിരക്കില്ല, അത്യാവശ്യം തിരക്കേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ റൗണ്ടിൽ നിന്ന് ഇങ്ങനെ മൂന്നാമത്തെ ലെഫ്റ്റാണെന്ന് തോന്നുന്നു, മൂന്നാമത്തെ ലെഫ്റ്റ് കയറി നമ്മളവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് പിന്നെ ലിഫ്റ്റിലോട്ട് പോയാൽ നമ്മുടെ ശക്തൻ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ് എത്തുവേ. അപ്പം നമ്മളിത് മാർക്കറ്റിലോട്ട് കയറി ഇനി നമ്മൾ വണ്ടിയൊക്കെ ഇട്ടിട്ട് മീൻ വാങ്ങാൻ പോവുക കേട്ടോ. പരമാവധി ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ ആരുടെ മുഖം കാണിക്കുന്നില്ല കേട്ടോ. പരമാവധി ഞങ്ങളുടെ മാത്രം ഫേസ് ഉൾപ്പെടുത്താനാണ് നോക്കിയിട്ടുള്ളത്. ഒത്തിരി മീനുണ്ടായിരുന്നു, ഒത്തിരി നല്ല മീനാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ഫ്രഷ് മീൻ കിട്ടും, ഒത്തിരി നല്ല മീനുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട് കേട്ടോ, വലിയ അങ്ങനെ റേറ്റൊന്നുമില്ല, അത്യാവശ്യം നല്ല വിലക്കുറവുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ ചെന്ന് നിൽക്കുമ്പോഴാണ് കേട്ടോ ഈ മീനെ പിടിച്ചുകൊണ്ട് വരുന്നത്. ഇതിന് ജീവനുണ്ടായിരുന്നു കേട്ടോ, അത് കൊണ്ടിടുമ്പോൾ അത് അനങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ നല്ല ഭാഗ്യത്തിന് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് അനങ്ങിയില്ല. മീനെയൊക്കെ കണ്ട് ആദ്യമായിട്ട് ഇത്രയും മീനെയൊക്കെ കണ്ട്, ഇതിനെയൊക്കെ കണ്ട് അന്തം വിട്ട് കുന്തം പോയതുപോലെയുള്ള ഇരിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ മീനെയൊക്കെ വാങ്ങി തിരിച്ചിത് വീട്ടിൽ വന്നു. ഗേറ്റ് ഞാൻ തുറന്നു, ഇച്ചായ വണ്ടിയൊക്കെ കയറ്റി അകത്തിട്ട് ഞങ്ങൾ പെരയൊക്കെ തുറന്ന് അകത്ത് കയറി സെറ്റായി. അപ്പം ഞാൻ വാങ്ങിയ മീൻ ഏതാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അല്ലേ. ഞാൻ കിളിമീനാണ് വാങ്ങിയത്. അവിടുന്ന് ക്ലീൻ ചെയ്താണ് വാങ്ങിക്കൊണ്ട് വന്നത്. കാരണം രാത്രി ആയതുകൊണ്ട് പിന്നെ ഇവളെ വെച്ചും രാത്രിയിൽ ഈ പണി ചെയ്യുന്ന മീനൊക്കെ വൃത്തിയാക്കുന്ന പാടായതുകൊണ്ട് അവിടുന്ന് ക്ലീൻ ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്നതാണ്. പിന്നെ ഇത് പിറ്റേന്നായപ്പോഴത്തേക്ക് ഫ്രൈ ഒക്കെ ചെയ്ത് ഞങ്ങൾ കഴിച്ചു.